ഭണ്ഡ സൈന്യ വധോദ്യുക്ത ശക്തിവിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക. ഭണ്ഡസൈന്യ വധോദ്യുക്തരായ തൻ്റെ ശക്തിസേനയുടെ ആ വിക്രമം കണ്ട്, പരാക്രമം കണ്ട് ആനന്ദിക്കുന്നവൾ. ഭണ്ഡൻ തൻ്റെ 15 സൈന്യാധിപരെ ദേവിയോട് യുദ്ധത്തിനയച്ചു. ദേവിയുടെ 15 നിത്യകൾ അവരെ ഓരോരുത്തരെയായി പോരിൽ തോൽപ്പിച്ചു. ഒരു ദിവസം രാത്രി കാലത്ത് ദമനകൻ, ചിത്രഗുപ്തൻ മുതലായ അസുരസേനാപതികൾ ചക്രരാജരഥത്തെ ചുറ്റി നിന്ന് കപടമായ യുദ്ധം, മായായുദ്ധം നടത്തി. തിഥിനിത്യകളുടെ അന്നത്തെ വിക്രമം കൊണ്ട് അവർ തോറ്റോടിപ്പോയി. ഈ വിക്രമത്തിൽ ദേവി ഹർഷിതയായി. എന്നും അനാദിയായി അനന്തമായിരിക്കുന്ന ആത്മശക്തിയാണ് നിത്യകൾ. ഭണ്ഡൻ അജ്ഞതയാൽ സ്വൽപശക്തി വിസ്മരിച്ച ജീവാത്മാവാണ്. അവന്റെ ഭേദഭാവന കൊണ്ട് സ്വന്തം മനോവൃത്തികൾ തന്നെ അവനെതിരായി സൈന്യമായി പെരുകി പെരുകി വരികയാണ്. അവനവന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ആ ശക്തികൾ തൻ്റെ എതിരെ പെരുകി വരുന്നത്. പലവിധ ശക്തികളായി ആവിർഭവിച്ച് ഭേദഭാവനകളെ അകറ്റുകയാണ് വാസ്തവത്തിൽ ദേവി ചെയ്യുന്നത്. നകുലി എന്നാൽ കുലമില്ലാത്തവൾ എന്നും കീരി എന്നും 2 അർത്ഥമുണ്ട്. കുലാംഗനയായ, കുലസുന്ദരിയായ, കുലകുണ്ടാലയായ ശക്തിക്ക് നകുലിയായും അവതരിക്കാം, കുലമില്ലാത്തവളായും അവതരിക്കാം. കുലം, നാമം, പ്രശസ്തി, ബലം, ഐശ്വര്യം, ഇന്ദ്രിയ വിഷയ സുഖാനുഭവം മുതലായ താൽക്കാലികങ്ങളും അനിത്യങ്ങളുമായ അവിദ്യകളിൽ മയങ്ങി ആത്മവിദ്യ മറന്നവനെ നിത്യമായ ആത്മവിദ്യ പഠിപ്പിക്കുവാനാണ് കുലസുന്ദരി തന്നെ നകുലിയായും നിത്യ തന്നെ അനിത്യയായും എല്ലാം പല രൂപത്തിൽ പല ഭാവത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. ആ അനേക ശക്തിസ്വരൂപങ്ങളുടെ വിക്രമങ്ങൾ നോക്കി നോക്കി രസിച്ച് ഹർഷിക്കുന്നവളും ലീലാസ്വരൂപിണിയായ ആ പരാശക്തി തന്നെ. 73ാമത്തെ നാമത്തിലെ പരാക്രമാടോപം അന്തർമുഖമായ ആത്മജ്ഞാനം കൊണ്ട് അധികരിച്ചു വരുന്ന വീര്യ പരാക്രമമാണ്. അത് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നതിൽ സമുത്സുകയാണ് ദേവി. എൻ്റെ അകത്ത് നടക്കുന്ന സംഗതികൾ, എൻ്റെ തോട്ട് പ്രോസസ്സസ്, എൻ്റെ ബോധം, എൻ്റെ തോട്ട് പ്രോസസ്സിനെ ആരാണ് നോക്കുക? ഞാൻ തന്നെയാണ് നോക്കുക, അല്ലേ? മറ്റൊരാൾക്ക് അത് കാണാൻ കഴിയില്ല. മറ്റൊരാൾക്ക് നമ്മുടെ ബാഹ്യമായ രൂപം മാത്രമേ കാണാൻ കഴിയുള്ളൂ. എൻ്റെ അകത്ത് നടക്കുന്ന സ്ഫോടത്തെ അനുഭവിച്ചറിയുന്നത്, അതിനെ നോക്കിക്കാണുന്നത്, സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നത് ആത്മാവ് തന്നെയാണ്. ദേവി ആത്മാവാണ്. എല്ലാവരുടെ ആത്മാവിലും ഇരുന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും നടക്കുന്ന ആത്മജ്ഞാനം എങ്ങനെ അധികരിച്ചു വരുന്നു എന്നതിനെ നോക്കിക്കാണുന്നവൾ അവൾ തന്നെയാണ്. ആത്മരൂപത്തിൽ ഇരുന്ന് ആ ബ്രഹ്മസ്വരൂപം തന്നെയാണ് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ്. അതിൽ സമുത്സുകയാണ് ദേവി. ഓരോ ജീവനിലെ വീര്യവും ജ്ഞാനവും ഓരോ ജീവനിലും ഇരുന്നു കൊണ്ട് ആ ദേവി നിരീക്ഷിച്ചറിയുന്നുണ്ട്. നമ്മുടെ അന്തർമുഖമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആത്മജ്ഞാനിയുടെ നിത്യവിദ്യ, ആ നിത്യവിദ്യകളുടെ വീര്യപരാക്രമങ്ങൾ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് അവളും ആനന്ദിക്കുന്നുണ്ട്. എൻ്റെ ആത്മശുദ്ധി കൂടുമ്പോൾ, എൻ്റെ ആത്മവീര്യം കൂടുമ്പോൾ, എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ നിരീക്ഷിച്ചുകൊണ്ട് ആ ദേവി എന്നെ നയിച്ചുകൊണ്ട് എനിക്ക് കരുണാവർഷം ചൊരിഞ്ഞുകൊണ്ട് അത് നോക്കിക്കാണുന്നുണ്ട്. ആ കാണലാണ്, ആ ഭഗവാന്റെ ആ കാണൽ, ആ ശക്തി രൂപത്തിലുള്ള ആ ദേവിയുടെ ആ കാണലാണ് നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ നടത്തുന്നത്. നമ്മുടെ സർവക്രിയകളും നമ്മുടെ എല്ലാ അറിവുകളും വിദ്യകളും നമുക്ക് തരുന്നത് ആ ഒരു നോട്ടമാണ്. ആ കരുണാവർഷം കൊണ്ട് അത് നോക്കുന്നുണ്ട് നമ്മളെ ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെ ആ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജ്ഞാനം കിട്ടുമ്പോൾ, നമുക്ക് ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ, നമ്മൾ കുറച്ച് ഉയർന്നു വരുന്നത് കാണുമ്പോൾ ആ അമ്മ നമ്മുടെ ഉള്ളിലിരുന്ന് ആനന്ദിക്കുന്നുണ്ട്, ഹർഷണം കൊള്ളുന്നുണ്ട്. അസുരശക്തികളെ നശിപ്പിക്കുന്ന ദൈവീക ശക്തികളായ നിത്യകളുടെ ആത്മാനന്ദാനുഭവം ദേവിയുടെ ആത്മാനന്ദത്തിന്റെ അംശമാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ആത്മാനന്ദം ദേവിയുടെ ആത്മാനന്ദാംശമാണ്, വേറൊന്നല്ല. ഇനി 71, 72, 73 എന്നീ നാമങ്ങൾ ഒന്നിച്ചു വേണം മനനം ചെയ്ത് അർത്ഥം ഗ്രഹിക്കാൻ വാസ്തവത്തില്. ഇനി നിത്യ എന്നുള്ളത് നീതിയ എന്ന 3 എണ്ണം കൂടിയതാണ്. 061 എന്നാണത്. അപ്പൊ അത് തിരിച്ചിട്ടാൽ 160 ആയി. 16 ഷോഡശം നിത്യ ഇൻറ്റു 10 ഇസ് ദശസംഖ്യ, അതിനാണ് ആ 0 അവിടെ ഇട്ടിരിക്കുന്നത്. 16 നിത്യകൾ ദശഗുണിതമായിട്ട്, അതായത് ദശാവതാരമായിട്ട്
പിന്നെ സഹസ്രഗുണിതമാക്കുക, അപ്പൊ 16,000 അല്ലേ? അങ്ങനെ 16 നിത്യകളെ ദശാവതാരമായിട്ടും 160 സഹസ്രഗുണിതമായിട്ട് വരുമ്പോൾ 16,000 വരെ പോയി. 16,000 നിത്യാരൂപങ്ങളിലെ ആ പരാക്രമം നടത്തുന്ന നിത്യകള്, അവരുടെ പരാക്രമ ലീലകൾ കാണുന്നതിൽ ഉത്സുകയായ ദേവി. ഇപ്പൊ എന്തായി 16,000ന്റെ കണക്ക്? 16, 160, 1600, 16,000 അങ്ങനത്തെ കണക്കെന്താ? കൃഷ്ണന്റെ 16,000 നിത്യദേവികള്. ഇങ്ങനെ ഈ 8 ദേവിമാരിൽ നിന്ന് 8 അഷ്ടശക്തികളാണ് ഭഗവാന്. ആ അഷ്ടശക്തികളെ ഡിവൈഡ് ചെയ്ത് കിട്ടിയ 16. ആ 16ന്റെ ദശഗുണിതങ്ങളും സഹസ്രഗുണിതങ്ങളുമായ 16,000. ഈ ഒറിജിനൽ 8 ശക്തികൾ ഇതെല്ലാം കൂടിയതാണ് 16,008 വ്യൂഹങ്ങളോടുകൂടിയ നിത്യകളുടെ 16,008 വ്യൂഹങ്ങളോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇന്ന് മഹാനവമിയാണ്. പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്ക്, രാധസ്സായ മഹാലക്ഷ്മിക്ക് പ്രധാന ദിനമാണ്. ഞാൻ പറയുന്നത് ഈ 16,008 വ്യൂഹങ്ങളോടുകൂടി ആ മഹാലക്ഷ്മി സമേതനായിട്ട് ആ ഭഗവാൻ ബ്രഹ്മസ്വരൂപമായ ബ്രഹ്മസ്വരൂപമായ ഭഗവാൻ ഈ 16,008 നിത്യകളോടുകൂടി 8 അഷ്ടലക്ഷ്മിമാരിൽ നിന്ന് ഉത്ഭവിച്ച 16,008 നിത്യകളോടുകൂടി അവരുടെ ആ നിത്യകളുടെ പരാക്രമം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മജ്ഞാനം കൂടി വരുന്നതിനെ നിരീക്ഷിച്ച് അതിൽ നിരീക്ഷണത്തിൽ സമുത്സുകയായിട്ട് ഇരിക്കുന്ന ആ പരമശക്തി, ആ പരാശക്തി ഇന്ന് മഹാനവമി നാളിൽ നമുക്ക് വണങ്ങുക. മന്ത്രിണ്യംബ വിരചിത വിശങ്കവധതോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത. മന്ത്രിണ്യംബ എന്ന ശ്യാമളാംബിക വിശങ്കൻ എന്ന ദൈത്യനെ വധിച്ചപ്പോൾ അവൾ അത്യധികം സന്തോഷിച്ചു. വിശങ്കനും 75-ാം നാമത്തിൽ പറയുന്ന വിശുക്രനും ഭണ്ഡാസുരന്റെ 2 സഹോദരന്മാരാണ്. രുദ്രനിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം അസുര സൃഷ്ടി നടത്താൻ വരം നേടിയ ഭണ്ഡാസുരൻ ഇടത്തെ തോളിൽ നിന്ന് വിശങ്കനെയും വലത്തെ തോളിൽ നിന്ന് വിശുക്രനെയും സൃഷ്ടിച്ചു. ആ ബാഹുവിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ക്ഷത്ര തേജസ്സാണ് ഈ അസുരന്മാർക്ക് കൂടുതൽ. എന്നാൽ ക്രൂരന്മാരുമാണ് അസുരന്മാരായതുകൊണ്ട്. ഭണ്ഡന്റെ മന്ത്രിയെ അതില് വിശങ്കനെ മന്ത്രിയാക്കി. ഈ ഇടത്തെ തോളുന്നു വന്ന വിശങ്കനെ മന്ത്രിയാക്കി, വലത്തെ തോളുന്നു വന്ന വിശുക്രനെ സൈന്യാധിപനുമാക്കി. ഭണ്ഡന്റെ മന്ത്രിയായ വിശങ്കനെ ദേവിയുടെ മന്ത്രിണിയായ ശ്യാമളാംബ തോൽപ്പിച്ചു, വധിച്ചു കളഞ്ഞു. അതായത് വിശങ്കം എന്ന് പറഞ്ഞാൽ എന്താ? വിഷമയമായ അംഗം, വിപരീതമായ ബുദ്ധിയാണ്, വിഷമയമായ ബുദ്ധിയാണ് വിശങ്കം. ആ വിപരീത ബുദ്ധി, ആ വിഷമയമായ ബുദ്ധി നമ്മുടെ ഇന്ദ്രിയങ്ങളെ മാർഗഭ്രംശം വരുത്തി വ്യത്യസ്തമായ വിഷയസുഖങ്ങളിലെ തെറ്റായ അധർമ്മ മാർഗങ്ങളിലൂടെ അബദ്ധസഞ്ചാരം ചെയ്യാൻ ഉപദേശിക്കുന്ന മന്ത്രിയാണ്. അവിടെ ഭണ്ഡാസുരന്റെ മന്ത്രി അങ്ങനെ അബദ്ധസഞ്ചാരം ചെയ്യാനാണ് ഉപദേശിക്കുന്നത്. അങ്ങനെ അധർമ്മമാർഗ മന്ത്രോപദേശകനായ വിശങ്കൻ അവനെ ദേവിയുടെ ധർമ്മമാർഗ മന്ത്രോപദേഷ്ടാവായ മന്ത്രിണി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അധർമ്മത്തെ ധർമ്മം നശിപ്പിച്ചു, അബദ്ധസഞ്ചാരത്തെ ഋജുവായ മാർഗം ധർമ്മമാർഗം തോൽപ്പിച്ചു. വിശുക്രൻ എന്ന അസുരന്റെ പ്രാണഹരണം ചെയ്ത വാരാഹിയുടെ വീര്യത്തിൽ ദേവി ആനന്ദിച്ച് അഭിനന്ദിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഭണ്ഡന്റെ സേനാധിപനെ ദേവിയുടെ സേനാധിപ വധിച്ചു. വിശുക്രം എന്ന എന്താർത്ഥം? വിപരീതമായ അഥവാ വിരോധമായ പ്രകാശം, വിപരീത ഗതിയിൽ പ്രവർത്തിക്കുന്ന ആത്മശക്തി. പ്രകാശം ആത്മശക്തിയാണ്, ജ്ഞാനശക്തിയാണ്. ആ ജ്ഞാനശക്തി നേരായ ഗതിയിലല്ലാതെ വിപരീതമായ ഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ വിരുദ്ധമായ ജ്ഞാനങ്ങളെ നേടാൻ തുടങ്ങുന്നതാണ് വിശുക്രൻ. ശുക് എന്ന അർത്ഥത്തിന് ശോകം എന്നാണ് അർത്ഥം. വിപരീത ഗതിയിൽ പ്രവർത്തിപ്പിച്ച ആത്മശക്തി വലിയ ദുഃഖത്തെ അവനവനും ഉണ്ടാക്കും, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനും ഉണ്ടാക്കും. അതുകൊണ്ട് അത് വളരെ അപകടകാരിയായ ഒന്നാണ് ഈ വിപരീതഗതിയിൽ പ്രവർത്തിക്കുന്ന ആത്മശക്തി. അതുകൊണ്ട് ആ ദുഷ്കർമ്മ ശക്തിയെ ദേവിയുടെ ക്രിയാശക്തിയായ വാരാഹി, ആ ധർമ്മം നടത്തുന്ന ദണ്ഡേശ്വരിയാണ് അവൾ. ആ ദണ്ഡിക്ക് തന്നെ വേണം അങ്ങനെയുള്ള വാരാഹി അതിനെ വധം ചെയ്തു. അത് സേനാധിപതിയുടെ ധർമ്മമാണ്. ലളിതോപാഖ്യാനത്തിൽ വിശങ്കനെ വാരാഹിയും വിശുക്രനെ മന്ത്രിണിയും വധിച്ചതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
മന്ത്രിക്ക് മന്ത്രിണി, സൈന്യാധിപന് സൈന്യാധിപ എന്ന യുദ്ധനീതി വെച്ച് കൂടുതൽ പ്രാചീനമായ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ യുക്തിസഹം, കൂടുതൽ സ്വീകാര്യം എന്ന് കരുതേണ്ടതുണ്ട്. ദേവി ബാലാദേവിയായി അവതരിച്ച് 3 മലങ്ങളെയും നശിപ്പിച്ച് ആത്മതത്വം പ്രകാശിപ്പിക്കുന്നവളാണ്. മന്ത്രിണിയായി അവതരിച്ച് സദാ തുണയായി നിന്ന് മന്ത്രോപദേശത്താൽ മനസ്സും ബുദ്ധിയും അചഞ്ചലവും ഏകാഗ്രവും പവിത്രവുമാക്കി ശ്രദ്ധാരൂപമായ ജ്ഞാനശക്തി നൽകുന്നവളാണ്. ദണ്ഡനാഥയായ വാരാഹിയായി അവതരിച്ച് ഈശ്വരാർപ്പണ ബുദ്ധിയോടെ മുറയായി കൃത്യമായി കർമ്മങ്ങൾ നിർവഹിച്ച് കടമകൾ നിറവേറ്റാനുള്ള ബലവും സംസാരത്തിൽ വൈരാഗ്യവും സംയമവും തരുന്നവളാണ്, ധർമ്മശക്തിയാണ്. അങ്ങനെ ഈ 3 നാമങ്ങള്, അവയുടെ മന്ത്രങ്ങള്, അവയുടെ അർത്ഥങ്ങള്, ശൈലി, ഉപയോഗം എന്നിവ വളരെ ലളിതവും വളരെ സരളവുമായി എല്ലാവർക്കും മനസ്സിലാവുന്ന വിധം ഈ ലളിതാ സഹസ്രനാമത്തിലെ ഉപാസനാകാന്ഡമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്ര പ്രചാരം, ഇത്ര പോപ്പുലർ ആവാനുള്ള കാരണം. ഇത് ജീവിതത്തിന് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അർത്ഥമറിയാതെ വെറുതെ നാമങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല. ഇത് നമുക്ക് എന്ത് കിട്ടാനാണ് ഇത് ചെയ്യുന്നത്? ആത്മശക്തി കിട്ടാനാണ്, കർമ്മശക്തി കിട്ടാനാണ്, ശ്രദ്ധ കിട്ടാനാണ്. ശ്രദ്ധ ഭക്തിയാണ്. ശ്രദ്ധ കിട്ടാനാണ്, കർമ്മശക്തി കിട്ടാനാണ്, ജ്ഞാനശക്തി കിട്ടാനാണ്. എല്ലാ രീതിയിലും നമ്മുടെ മനസ്സും ബുദ്ധിയും അചഞ്ചലമായിട്ട് ഏകാഗ്രമായിട്ട് നിന്നിട്ട് സകലവിധ ജ്ഞാനവും സർവവിദ്യകളും തരുന്നതാണ് ശ്രീവിദ്യ അല്ലോ, അല്ലേ? ശ്രീവിദ്യ എന്നുള്ള പേരിൽ തന്നെ അതുണ്ട്. സർവവിദ്യയും തരുന്നതാണ്, സർവജ്ഞത്വം തരുന്നതാണ്. ഇതിനാണുള്ളത്. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിക. ഈ കാമേശ്വരൻ കേവല നിർഗുണനായിട്ടുള്ള ശിവനാണ്. ആ നിർഗുണന്റെ മുഖത്തെ ആലോകനം ചെയ്യുക, മുഖത്തെ കാണുക എന്ന അനുഭവം ഒന്നുകൊണ്ട് തന്നെ മൈഥുനം കൂടാതെ തന്നെ ശക്തി ശ്രീ ഗണേശ്വരനെ, പുത്രനെ സങ്കല്പത്തിൽ നിന്ന് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അത് വെറുതെ മുഖം കണ്ടാൽ മതി ആ സൃഷ്ടിക്കുക, അല്ലാണ്ട് മൈഥുന ആവശ്യമില്ല. മൈഥുന സൃഷ്ടിയാണ് ഗണേശൻ. തന്റെ സേനകൾ ശക്തിസേനയാൽ നശിക്കുന്നത് കണ്ട ഭണ്ഡൻ വിശുക്രനോട് ശക്തിയെ തടുക്കാൻ ഒരു വിഘ്നയന്ത്രം ഉണ്ടാക്കാൻ കൽപ്പിച്ചു. അസുരമായാകൃതമായ വിഘ്നയന്ത്രം ശക്തിസേനാ മധ്യത്തിൽ അവൻ കൊണ്ടുവന്നു വെച്ചു. ശക്തിസേനയിൽ ആലസ്യമുണ്ടാക്കുക, ഉദാസീനത ഉണ്ടാക്കുക. നമുക്കിത് സാധിക്കോ എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുക. അതുപോലെ ക്ഷീണം, നിദ്ര, മയക്കം, ഭയം മുതലായ ദൗർബല്യങ്ങൾ ഉണ്ടാക്കുക, ആത്മാഭിമാനക്ഷയം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് 8 തരത്തിലുള്ള വിഘ്നങ്ങൾ. ഈ 8 തരത്തിലുള്ള വിഘ്നങ്ങളാണ് മനുഷ്യനെ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ആക്കുന്നത്. അപ്പൊ ഈ വിഘ്നങ്ങൾ അകറ്റണം ആദ്യം. ഈ വിഘ്നങ്ങൾ അകറ്റിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പല ആളുകളും, സംഗീതത്തിന്റെ കാര്യം പറയാൻ ഞാൻ, പല ആളുകളും സംഗീതത്തിൽ പല അറിവുള്ള ആളുകൾ പോലും അനന്ത രാഗങ്ങളുള്ള ഈ സംഗീത സാഗരത്തില് ആ പുറമെ മാത്രം മുങ്ങിപ്പോയിട്ട് അകത്തേക്ക് ഡീപ്പായിട്ട് പോയി മുത്തെടുക്കാൻ ശ്രമിക്കാത്തത് ഇതിൽ ചില കാരണങ്ങളെ കൊണ്ടായി. എനിക്കിത് വേണോ, ഞാനിത് ചെയ്യണോ, എനിക്കിത് സാധിക്കുമോ എന്നുള്ള ശങ്ക. പിന്നെ ചിലർക്ക് ആലസ്യ ഉദാസീനതയൊക്കെ ഉണ്ട്. ചിലർക്ക് അത് അറിയാച്ചിട്ടും ആലസ്യ ഉദാസീനതയിൽ ഇരിക്കുന്നവരുണ്ട്. ക്ഷീണം, നിദ്ര, മയക്കം, ഭയം, ആത്മാഭിമാനക്ഷയം, ഇതൊക്കെ തന്നെയാണ് എല്ലാ സംഗീത സ്ഥലത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ നീക്കിക്കളഞ്ഞാലേ ഒരു കർമ്മത്തിന് നമുക്ക് ഒരാളെ സന്നദ്ധരാക്കാൻ സാധിക്കുള്ളൂ. എനിക്കിപ്പോ ഒരാളെ ഒരു കർമ്മത്തിന് സന്നദ്ധരാക്കണമെങ്കിൽ എനിക്ക് ആദ്യം ആ ആളുടെ ഈ വക കാര്യങ്ങളൊക്കെ നീക്കിക്കളയണം. എന്നാലേ ആ വ്യക്തിയെ ഒരു കർമ്മത്തിന് സന്നദ്ധയാക്കാൻ ദേവിക്ക് സാധിക്കുകയുള്ളൂ. അതിനാണ് വിഘ്നേശ്വരനെ സൃഷ്ടിക്കേണ്ടത്. ഈ വിഘ്ന യന്ത്രത്തിനെ ശക്തിസേനയ്ക്ക്, ദേവിയുടെ ശക്തിസേന എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ ജനതയാണ് നമ്മൾ. ഈ ശക്തിസേനയ്ക്ക് സംഭവിച്ച ഈ 8 വിഘ്നങ്ങളാകുന്ന മനോനിലകൾ നിരീക്ഷിച്ച മന്ത്രിണി ദേവിയോട് ഇക്കാര്യം ഉണർത്തിച്ച് മന്ത്രോപദേശം ചെയ്തു. നോക്കൂ, നമ്മുടെ സേനകളുടെ ഇടയിൽ ഈ മാതിരി 8 വിഘ്നങ്ങൾ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ വിപരീത ബുദ്ധിക്കാരൻ കൊണ്ടുവച്ച വിഘ്നങ്ങളെ നീക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കും എന്ന് പറഞ്ഞു. ഈ വിഘ്നങ്ങളെ നീക്കാതെ വിജയം സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മന്ദഹാസ പ്രേമപൂരിതങ്ങളായ കടാക്ഷങ്ങൾ കാമേശ്വരിമാർ കൈമാറി. അങ്ങനെ കൈമാറിയപ്പോൾ ആ പ്രേമത്തിൽ നിന്നാണ് ശ്രീ ഗണേശ്വരൻ ഉത്ഭവിച്ചത് എന്നാണ് ഐതിഹ്യം.
സിദ്ധലക്ഷ്മിയെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് ശ്രീഗണപതി രൂപം. 10 കയ്യിൽ മാതളം, ഗദ, കരിമ്പുവില്ല്, ശൂലം, ചക്രം, ശംഖ്, പാശം, അല്ലിപ്പൂവ്, നെൽക്കതിര്, ഒരു ഒറ്റക്കൊമ്പ് ധരിച്ചിട്ടാണ് രൂപം. 11ാമത്തെ കരമായ തുമ്പിക്കരത്തില് ലക്ഷ്മി ചിഹ്നമായ രത്നകലശമാണ് ധരിച്ചിരിക്കുന്നത്. ജ്ഞാനസിദ്ധിക്ക് വിഘ്നമായ അഷ്ടവിഘ്നങ്ങൾ വരാതെ തടുക്കാനും വന്നാൽ പരിഹരിക്കാനും ശ്രീ ഗണപതയേ എന്ന് ഹരിശ്രീ കുറിക്കുന്നത് ഈ വിഘ്ന വിനായകനെയാണ്. ജ്ഞാനരൂപമാണ് സിദ്ധലക്ഷ്മിയോട് ചേർന്ന ശ്രീവിനായകൻ. കൽപ്പിത അഥവാ ഭാവനയിൽ നിന്ന്, സങ്കല്പത്തിൽ നിന്ന് പ്രേമമൊന്നുകൊണ്ട് മാത്രം അമൈഥുനമായിട്ട്, മൈഥുനം കൂടാതെ സൃഷ്ടി നടത്തിയതിനാൽ ജ്ഞാനഗണപതിയായ സിദ്ധഗണപതിയുടെ സൃഷ്ടിതത്വം വളരെ മനോഹരമായ ഒന്നാണ്. അത് അമൈഥുനമായ വിദ്യാരൂപമാണ്, മൈഥുന രൂപമല്ല. അത് എപ്പോഴും ഓർക്കണം. അത് അമൈഥുനമായ വിദ്യാരൂപമാണ് ഈ ജ്ഞാനഗണപതി, സിദ്ധഗണേശ്വരൻ. കേവല നിർഗുണ ശിവസ്വരൂപ മുഖാലോകനം എന്ന ഒരൊറ്റ ആനന്ദാനുഭവം കൊണ്ട് കൽപ്പിതമായ ശ്രീ ഗണേശ്വരൻ പുര്യഷ്ടകങ്ങളുടെ ഈശ്വരത്വത്തോടു കൂടിയവനാണ്. പുര്യഷ്ടകം എന്ന് പറയുന്നത് 8 പുരികള്. അതിൽ കേവല ചിന്മയ 8 ദിശകളടക്കമുള്ള 8 പുരികള്. ഈ കേവല ചിന്മയമായ അതിൽ തന്നെയാണ് അഷ്ടലക്ഷ്മികളും ഇരിക്കുന്നത് അല്ലെ, അഷ്ടപുരങ്ങളില്. കേവല ചിന്മയമായ വിദ്യാതന്മയത, യാതൊരു വിഘ്നവും വരാതെ സിദ്ധലക്ഷ്മി സമേതനായ ശ്രീവിനായകൻ അരുളുന്നു. ഇന്ന് ആ ദിവസമാണ് മഹാനവമി ദിവസം. നമ്മൾ വിഘ്നേശ്വരനെയും ദേവിയെയും ലക്ഷ്മി, ഇന്ന് നവമി പ്രത്യേകിച്ചും മഹാനവമി പ്രത്യേകിച്ചും ലക്ഷ്മിക്കും പ്രധാനമാണ്. സിദ്ധലക്ഷ്മിയോടുകൂടി നമ്മൾ പൂജിക്കുന്ന ദിനമാണെന്ന്. മഹാഗണേശനാൽ നിശേഷം ഭിന്നമാക്കി നശിപ്പിക്കപ്പെട്ടു ഭണ്ഡൻ വെച്ച ആ വിഘ്നയന്ത്രം. അങ്ങനെ ആ വിഘ്നയന്ത്രം പോയി സകല വിഘ്നവും നീങ്ങിയത് കണ്ടപ്പോൾ ആനന്ദിച്ചവൾ എന്നാണ് മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത എന്നതിനർത്ഥം. അപ്പൊ 77 78 നാമങ്ങൾ ഒന്നായിട്ട് ചേർത്തിട്ട് അർത്ഥം മനസ്സിലാക്കണം, എന്നാലേ അത് ഉചിതമായ രീതിയിലുള്ള അർത്ഥമാവുകയുള്ളൂ. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. ഭണ്ഡൻ എന്ന അസുരരാജാവ് അയച്ച അസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രങ്ങൾ, പ്രതികൂലമായ അസ്ത്രങ്ങൾ അവൾ വർഷിച്ചു. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് ശസ്ത്രം, അത് കയ്യിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ശസ്ത്രങ്ങൾ. ഉദാഹരണമായിട്ട് വാള്, ഗദ, ശൂലം, അതൊക്കെ ശസ്ത്രങ്ങളാണ്. അത് സമീപത്തുള്ള ശത്രുക്കളെ പ്രഹരിക്കുന്നതിനുള്ള ആയുധങ്ങളാണ് ശസ്ത്രങ്ങൾ. അസ്ത്രങ്ങൾ ദൂരത്തോ അടുത്തോ നിൽക്കുന്ന 2 തരം ശത്രുവിലും ഒന്നുകിൽ എറിഞ്ഞോ അല്ലെങ്കിൽ എയ്തോ ലക്ഷ്യഭേദം ചെയ്യുന്നവയാണ്. അത് വിവിധ തരം ബാണങ്ങള്, ബ്രഹ്മാസ്ത്രം മുതലായ ദിവ്യാസ്ത്രങ്ങള്, അതൊക്കെ അസ്ത്രങ്ങളിൽ പെടും. ഈ ഭണ്ഡാസുരൻ തന്റെ കയ്യിലിരിക്കുന്ന ശസ്ത്രങ്ങളെ കൊണ്ടാണ് ദേവിയെ പ്രഹരിച്ചത്. ശസ്ത്ര പ്രത്യസ്ത്രം ആണ്, ശസ്ത്രമാണ് ഭണ്ഡാസുരൻ പ്രഹരിച്ചത്. ഓരോ ശസ്ത്രത്തിനും പകരമായിട്ട് ദേവി ഓരോ വിധം പ്രത്യസ്ത്രം തൊടുക്കുകയാണ് ചെയ്തത്. ദേവി തൊടുത്തുവിടുന്ന ബാണമഴയെ എന്തിനോടാണ് ഉപമിച്ചത്? വർഷത്തിനോട്. വർഷിണി, വർഷത്ത് മഴത്തുള്ളി വീഴണ പോലെയാണ് വീണത്. രണ്ടുപേരുടെയും യുദ്ധരീതി വ്യത്യസ്തമാണ് എന്ന് ശസ്ത്രപ്രത്യസ്ത്ര എന്ന പദപ്രയോഗത്തിൽ നിന്ന് അറിയണം. ഒന്ന് അസുര ശൈലിയാണ്, മറ്റേത് ദേവശൈലിയാണ്. അതായത് ഒന്ന് അഗ്രസീവാണ് അസുരന്റെ ശൈലി, ദൈവശൈലിയോ ഡിഫെൻസീവാണ്. അഗ്രഷൻ ഇല്ല, ഡിഫൻസ് മാത്രമേ ഉള്ളൂ. രണ്ട് വളരെ വ്യത്യസ്തമായ 2 ശൈലികളാണ്. വേറൊരർത്ഥം, ദേവി തന്റെ അടുത്താണ് നിൽക്കുന്നത് എന്ന് ഭണ്ഡൻ വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ശസ്ത്രം എടുത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ നിന്നിൽ നിന്ന് ഏറ്റവും അടുത്ത ആത്മാവാണ് എങ്കിലും നീ ദുരാത്മാവായതുകൊണ്ട് നിന്നാൽ അപ്രാപ്യമായ അത്ര ദൂരത്തിലുമാണ് ഞാൻ എന്ന് കാണിക്കാനാണ് പ്രത്യസ്ത്രം വർഷിക്കുന്നത്. നീ വിചാരിക്കുന്ന പോലെ നിന്റെ അടുത്താണ്, നിന്റെ ആത്മാവിൽ ഞാൻ ഉണ്ട്, പക്ഷെ നീ വിചാരിക്കുന്ന പോലെ നിനക്ക് പ്രാപ്യമല്ല ഞാൻ അപ്രാപ്യാണ് നിനക്ക്, ഞാൻ ദൂരെയുമാണ്, അകലെയും അടുത്തും രണ്ടും ഞാനുണ്ട് എന്ന് പറയുന്ന സന്ദേശമാണ് ആ പ്രത്യസ്ത്ര വർഷണം. ഇത് ഭണ്ഡാസുരന് മനസ്സിലാക്കി കൊടുക്കാനുള്ള മായാലീലയാണ് ദേവിയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്നത് അവൾക്കൊരു വെറും ലീല മാത്രമാണ്. അത് നിനക്കത് മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഡിഫെൻസീവ് ആണെന്ന് പറഞ്ഞത്, അല്ലാണ്ട് അവനെ ഉപദ്രവിക്കുകയല്ല. ആ ഡിഫെൻസീവായിട്ട് അറ്റ് ദ സെയിം ടൈം അവൻ ആ ജ്ഞാനം കൊടുക്കുകൂടി വേണം. നീ വിചാരിക്കുന്ന പോലെയല്ല, നീ വിചാരിക്കുന്ന മുഴുവൻ തെറ്റാണ്,
അത് കാണിച്ചു കൊടുക്കുക കൂടി വേണം. അതാണല്ലോ വിദ്യ കൊടുക്കല്. അങ്ങനെ അജ്ഞാനത്താൽ ആത്മഗുണങ്ങളെ പ്രഹരിക്കുന്ന അസുരഗുണങ്ങളെ അടുത്തു വരാൻ അനുവദിക്കാതെ അതിദൂരത്തിരുന്ന് തന്നെ ദൈവീ ശക്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അസുരനെ ദൂരെ നിർത്തുന്നത് ദുർജന സംസർഗത്തിലുള്ള ഉപേക്ഷ കൊണ്ടാണ്. അവന്റെ അജ്ഞാനം നീക്കാനായി ലീലായുദ്ധം ദൂരെ ഇരുന്ന് നടത്തുന്നത് ജീവാത്മാവിലുള്ള കാരുണ്യം കൊണ്ടുമാണ്. അപ്പൊ ദുർജന സംസർഗം പാടില്ല എന്നുള്ളതുകൊണ്ട് അകലെ നിൽക്കുന്നു. അതേ സമയത്ത് കാരുണ്യം കൊണ്ടാണ് ആ ലീലായുദ്ധം നടത്തുന്നത്. അങ്ങനെ രണ്ട് രീതിയിലും ആ യുദ്ധത്തിനെ കാണണം. ദേവിയുടെ ഇടത്തും വലത്തുമുള്ള കൈകളിലെ 10 വിരൽ നഖങ്ങളിൽ നിന്ന് നാരായണന്റെ മത്സ്യം മുതലുള്ള ദശാവതാരങ്ങൾ സംഭവിച്ചു. കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. ദേവിയുടെ 10 കാൽവിരലിൽ നിന്നാണ് 10 അവതാരങ്ങൾ ഉണ്ടായത് എന്ന്. ഭണ്ഡാസുരൻ തന്റെ സർവാസുരാസ്ത്രം എന്ന അസ്ത്രം കൊണ്ട് സോമകൻ, രാവണൻ, ഹിരണ്യാക്ഷൻ മുതലായ അസുരന്മാരെ സൃഷ്ടിച്ചപ്പോൾ അവർ ദേവിയോട് യുദ്ധത്തിനൊരുങ്ങി. ഞൊടിയിട കൊണ്ട് ദേവി തന്റെ നഖങ്ങളിൽ നിന്ന് നാരായണ ദശാകൃതിയായിട്ട് അവതരിച്ചു. 10 നാരായണന്മാരായിട്ട് ദശാവതാരമായിട്ട് ദേവി അസുര നിഗ്രഹത്തിനായിട്ട് അവതരിച്ചു. അപ്പൊ ഓരോ അസുരനെയും കാലദേശാനുസൃതമായിട്ട് നാരായണ ദശാകൃതിയായിട്ട് അവൾ വധിച്ചു. രാവണനെ വധിച്ചത് രാമനാണെങ്കിൽ പോലും വാസ്തവത്തിൽ അതിന് കാരണമായി വർത്തിച്ചത് സീതയല്ലേ, ദേവിയല്ലേ. അങ്ങനെയാണ് ആ ദേവി അത് ആവശ്യമനുസരിച്ചാണ് ആ ജനനം. പിന്നെ നാരായണൻ എന്നത് ജീവനെയും ഈശ്വരനെയും സൂചിപ്പിക്കുന്ന പദമാണ്. ദശാകൃതി എന്ന പദം ജീവന്റെ കാലം, ദശാകാലം, ഈശ്വരന്റെ കൃതി, കർമ്മം, സൃഷ്ടി അല്ലെങ്കിൽ അവതാരക്രിയ, ഇതിനെ രണ്ടിനെയും സൂചിപ്പിക്കുന്നതാണ്. ജീവന്റെ ദശകളിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, ഇങ്ങനെ എല്ലാ അവസ്ഥകളും പെടുന്നുണ്ട്. ഈശ്വരകൃതികളിലോ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹ കർമ്മങ്ങളൊക്കെ പെടുന്നുണ്ട്. നാരായണ ദശാകൃതി എന്ന പദം കൊണ്ട് ഈ ദശാകാല കൃതികളെ എല്ലാം ഉൾപ്പെട്ടതാണ് നാരായണൻ എന്നുള്ളത് പറയുന്നത്. ഇവയെല്ലാം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? നഖാഗ്രത്തിൽ നിന്ന്, നഖസന്ധികളിൽ നിന്ന് അനായാസമാണ് സൃഷ്ടിച്ചത്. ശക്തി സ്വരൂപിണിയായ ദേവിക്ക് അതിന് സാധിക്കും. ദേവിയുടെ ഞൊടിയിട എന്ന് പറയുന്നത് മനുഷ്യന്റെ അനേക യുഗകാല കൽപ്പകാലമായതുകൊണ്ട് മത്സ്യാവതാരം മുതൽ കൃഷ്ണാവതാരം വരെയുള്ള ഭൂമിയുടെ കാലവും നക്ഷത്ര ബ്രഹ്മാണ്ട അതീതമായ ഊർജ്ജകാലവും, അതായത് ലൈറ്റ് ഇയേഴ്സിലുള്ളത് തമ്മിലുള്ള വ്യത്യാസത്തെ നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞന്മാര് ആ കാലത്ത്, കൃഷ്ണന്റെ കാലത്ത്, വ്യാസന്റെ കാലത്ത് ഈ യുഗകൽപ്പ ഗണനയെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ച് അടുത്ത കാലത്ത് ഇതൊക്കെ പോവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായിട്ട് വേദം വകുത്ത് കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചത്.